കണ്ണൂരിൽ സഹകരണ ബാങ്കിലെ 4 ലക്ഷം രൂപയുടെ വായ്പാ കുടിശ്ശികയിൽ ഇളവ് തേടി നവകേരള സദസ്സിൽ ഒരാൾ പരാതി നൽകി. പരമാവധി ഇളവ് നൽകി പരാതി തീർപ്പാക്കിയെന്ന് മറുപടി കിട്ടി. കുറച്ച തുക കേട്ടാൽ ആരും ഞെട്ടും. വെറും 515 രൂപ. അതിച്ചിരി കൂടുതലല്ലേ? വീടിന്റെ അറ്റകുറ്റപ്പണിക്കെടുത്ത 4 ലക്ഷം രൂപ. കേരള ബാങ്കിന്റെ ഇരിട്ടി സഹകരണ ശാഖയിൽ 3,97,731 രൂപ ഇനിയും അടയ്ക്കാനുണ്ട്. കേട്ടില്ലേ, CM വരുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തെ കണ്ട് ഒരു പരാതി കൊടുത്താലോ? നല്ല മനുഷ്യനാണെന്നാ പറയുന്നത്. മുഖ്യമന്ത്രി മന്ത്രിമാരും നവകേരള സദസ്സിനെത്തിയപ്പോൾ അവിടെ പോയി അപേക്ഷ നൽകി. കുടിശ്ശിക ഇളവ് നൽകണം. ഒരു ദിവസം പണി കളഞ്ഞ് ഇരിട്ടി വരെ പോയി നൽകിയ അപേക്ഷയാണ്. സാറും കൂടി കൈമലർത്തിയാല് കൃത്യം മറുപടികൾ വന്നു. ഡിസംബർ 6-ന് പരാതി തീർപ്പാക്കിയതായി സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറുടെ അറിയിപ്പ്. താങ്കൾക്ക് പരമാവധി ഇളവ് നൽകാൻ ബാങ്ക് തീരുമാനിച്ചിരിക്കുന്നു. അയാൾക്ക് കൊടുക്കാനുള്ള എന്താ അങ്ങോട്ട് കൊടുക്കാന്ന് വിചാരിക്കായിരുന്നു. സന്തോഷാവട്ടെ. എന്താ അതന്നെയാ വേണ്ടത്. അങ്ങോട്ട് വിളിച്ചോളാ. താഴെ പറയുന്ന പലിശാനുകൂല്യങ്ങൾ കൈപ്പറ്റി വായ്പാ കണക്ക് അവസാനിപ്പിക്കാം. ഇളവ് ചെയ്ത തുക എത്രയെന്നല്ലേ? വെറും 515 രൂപ. കുടിശ്ശിക തുകയുടെ 0.13%. അതായത് 3,97,731 രൂപയിൽ നിന്ന് 515 രൂപ കുറച്ച്. എനിക്കാർക്കെങ്കിലും കാശ് എണ്ണി കൊടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമം. അയ്യോ, എനിക്കാണെങ്കിൽ ചങ്കു പറയും. 3,97,731 രൂപയിൽ നിന്ന് 515 രൂപ കുറച്ച് ബാക്കി 3,97,216 രൂപ ഈ മാസം 31-നകം ബാങ്കിൽ അടയ്ക്കണം. അല്ല, അരുണേട്ടൻ അച്ഛൻ തന്ന പൈസ എടുത്തോണ്ട് പോവാൻ മറന്നൂല്ലേ? മറന്നതല്ല, അത് കുട്ടിയെടുത്ത് കുറച്ച് കപ്പലിനെ വാങ്ങി തന്നോളൂ. ഇളവ് അനുവദിക്കാൻ വകുപ്പില്ല എന്ന മറുപടിയായിരുന്നെങ്കിൽ ഇതിലും ഭേദമെന്ന് അപേക്ഷകൻ. പക്ഷെ അറിഞ്ഞങ്ങോട്ട് കൊടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ തറവാടിത്തം. എന്താ? കണ്ണൂരിൽ നവകേരള സദസ്സിലെ പരാതികളിൽ ഏറ്റവും അധികം തീർപ്പാക്കിയത് സഹകരണ വകുപ്പാണ്. എന്നെന്തിനെ പൊക്കി പറയണേ? കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെ അല്ലേ പറ്റുള്ളൂ. അതിലൊന്നാണ് ഈ തീർപ്പാക്കിയതും.